കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു 5-10 ചുവന്നുള്ളി ആദ്യം തൊലി കളഞ്ഞ് ഒന്ന് മാറ്റി വെക്കുക. ഒരു ഗ്ലാസ് പച്ചരി ഒന്ന് കുതിർത്തെടുത്തതാണ്, ഒരു 3 മണിക്കൂർ നേരം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണോളം ജീരകവും ഒരു 5-6 ഏലക്കായും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ള അപ്പസോഡയും ആവശ്യത്തിന് വെള്ളവും 1.5 സ്പൂണോളം ചോറും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുക്കി എടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ അരിച്ച് നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് സ്പൂണ് വെച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ ആ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഇതിൻ്റെ ഒരു ഭാഗം കുറച്ച് ഭാഗം നമുക്ക് ഈ കുക്കറിൽ തന്നെ ഇരുന്നോട്ടെ. ആ ചൂടോട് കൂടിയിട്ട് നമ്മുടെ മിക്സ് ആക്കി എടുത്തിട്ടുള്ള മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ആ ചുവന്നുള്ളി മൊരിച്ചെടുത്തതും അതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഒരു ചുവട് കട്ടിയുള്ള ഒരു ദോശക്കല്ലോ എന്തെങ്കിലും കുക്കറിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ അപ്പം നമുക്ക് മുറിച്ചെടുക്കാം. കൽത്തപ്പം എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ കുന്നംകുളം ഈ ഭാഗത്ത് ആർക്കും അത്ര പരിചിതമല്ലെങ്കിലും ഇത് ഒരുപാട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചെടുക്കുന്ന സ്നാക്കൊക്കെ കൊടുക്കണേക്കാട്ടി ഏറ്റവും ബെസ്റ്റാണിത് കേട്ടോ. ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.